എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ പകൽ നല്ലൊരു തോട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. രാവിലെ ദൈവം കാണിച്ച ഒരു കാഴ്ച, മിസോറാം ഏരിയയിൽ ഒരു ഡാൻസ് ഉണ്ട്, ബാംബു ഡാൻസ്. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ളതായിരിക്കും. കുറേ പേര് താഴെ ഇരുന്ന് ബാംബു സ്റ്റിക്സ് താഴെ ചേർത്ത് പിടിക്കുകയും ക്രിസ് ക്രോസായിട്ട് പിടിച്ച് ഇരിക്കുമ്പോൾ കുറേ പേര് നിന്നുകൊണ്ട് ഡാൻസ് ചെയ്യുന്നു. ഈ ബാംബു സ്റ്റിക്ക്, താഴെ ഇരിക്കുന്ന ബാംബു സ്റ്റിക്ക് കാലിൽ തട്ടാതെ വേണം അവർ കാലുകൾ മാറ്റി മാറ്റി വെച്ച് താളത്തിനൊത്ത്, താളം തെറ്റാതെ നൃത്തം ചെയ്യുന്നതാണ് ബാംബു ഡാൻസ്. വളരെ ഭംഗിയായ ഒരു നൃത്തമാണിത്. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോർഡിനേഷനാണ്. താഴെ ആ ബാംബു സ്റ്റിക്സിനെ ചേർത്ത് അടിക്കുകയും ബാംബു സ്റ്റിക്സ് സെപ്പറേറ്റ് ആയിട്ട് താഴെ അടിക്കുന്നു, ചേർത്ത് കൊണ്ടുവന്ന് അടിക്കുന്നു. ഇങ്ങനെ ക്രിസ് ക്രോസായിട്ട് വെച്ച് ചെയ്യുമ്പോൾ അവരുടെ താളത്തിനൊത്ത് നിന്ന് നൃത്തം ചെയ്യുന്നവർ കാലുകൾ ആ സ്റ്റിക്കിൻ്റെ ഇടയിലായി പോകാതെ വണ്ണം താളം തെറ്റാതെ ഡാൻസ് ചെയ്യുന്നു. ഒരു നല്ലൊരു കോർഡിനേഷൻ്റെ എക്സാമ്പിളാണിത്. ഇവിടെ റെസ്റ്റ്, ഞാനൊന്ന് നിൽക്കട്ടെ എന്ന് പറഞ്ഞ് നൃത്തം ചെയ്യുന്നൊരു വ്യക്തി നിൽക്കുകയാണെങ്കിൽ കാലിൽ അടി കിട്ടും. അപ്പം നിൽക്കാതെ ആ പാട്ടിനൊത്ത് താളത്തിനൊത്ത് എല്ലാവരും മൂവ് ചെയ്യുന്നു. ഇതൊരു ഭംഗിയായിട്ടുള്ളൊരു ഉദാഹരണമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും നോക്കുകയാണെങ്കിലും എന്തിനും ഒരു താളമുണ്ട്. ഒരു പാട്ടിനൊരു താളമുണ്ട്, ജീവിതത്തിനൊരു താളമുണ്ട്. റിതം എന്ന് പറയാം, റിതം ഓഫ് ലൈഫ്. അതുപോലെ ഒരു ഡിവൈൻ റിതം ബൈബിളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ദൈവത്തിൻ്റെ ഒരു റിതം ഉണ്ട്. അത് എല്ലാവരും കേൾക്കുന്നില്ല, എല്ലാവരും അത് കാണുന്നില്ല, എല്ലാവരും അറിയുന്നില്ല, എല്ലാവരും ആസ്വദിക്കുന്നില്ല. എന്നാൽ ഇത് കേട്ട് അറിഞ്ഞ് ആസ്വദിക്കുന്നവർ, അവരുടെ ജീവിതം ഒരു പ്രത്യേക ഭംഗിയായി പോകുന്നത് നമുക്ക് കാണാം. എത്ര പ്രശ്നം ഇരുന്നാലും ഒരു വല്ലാത്ത സന്തോഷം അവരുടെ ലൈഫിലുണ്ടാകും. ദൈവത്തിൻ്റെ റിതം എന്താണ്? ഒരു താളം, ദൈവത്തിൻ്റെ താളം എന്താണ്? ദൈവത്തിൻ്റെ താളത്തിനൊത്ത് നമ്മളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം. ഈ ലിഫ്റ്റിൻ്റെ ഡോറ് തുറക്കുന്ന കണ്ടിട്ടില്ലേ? ലിഫ്റ്റിൻ്റെ ഡോറ് തുറന്നാൽ അത് കുറച്ച് കഴിയുമ്പോൾ താനെ അടയും. ദൈവത്തിൻ്റെ ഓരോ സമയം അങ്ങനെയാണ്. സ്വർഗത്തിൽ ഒരു ബ്ലെസ്സിങ് നമുക്ക് വേണ്ടിയുണ്ട്, ഒരു ഒബീഡിയൻസ് കാരണമുള്ള ബ്ലെസ്സിങ്. ബിക്കോസ് എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ബ്ലെസ്സിങ് നമുക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്നു. ഒബീഡിയൻസ് ആ ബ്ലെസ്സിങ്ങിനെ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള, ലൈക്ക് നമ്മൾ ATM പോയി കാർഡിട്ട് പിന്നിടും, നമ്മൾ ആ പിൻ ടൈപ്പ് ചെയ്യുമ്പോഴാണല്ലോ കാശ് വെളി വരുന്നത്. അതുപോലെ നമ്മളുടെ കയ്യിൽ കാർഡുണ്ട്, കർത്താവിൻ്റെ നാമമുണ്ട്, നമുക്ക് ബ്ലെസ്സിങ്ങും നമ്മളുടെ പേരിൽ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. അത് റിസീവ് ചെയ്യണമെങ്കിൽ ഒബീഡിയൻസ്, അതാണ് ആ പിൻ കോഡ് എന്ന് പറയുന്നത്. ആ കോഡ് നമ്പർ എന്ന് പറയുന്നത് ഒബീഡിയൻസ് ആണ്, അനുസരണം. ദൈവവചനം അനുസരിക്കുമ്പോൾ ചില ദിവസം ദൈവവചനം അനുസരിക്കുക എന്ന് വെച്ചാൽ ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവം പറയുന്ന രീതിയിൽ നടക്കുന്നത്. അതാണ് ആ റിതം, ദൈവത്തിൻ്റെ താളം. പെട്ടെന്ന് നമുക്കറിയാം നമുക്ക് ഈ കാര്യം ചെയ്യാനുണ്ട്,
അത് പിന്നെ നാളത്തേക്ക് മാറ്റി വയ്ക്കാം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ലിഫ്റ്റിൻ്റെ ഡോർ അടയുന്ന പോലെ ആ ബ്ലെസ്സിങ്ങിൻ്റെ ആ സമയം മാറിപ്പോകുന്നു. കേട്ടിട്ടുണ്ടാകും കൈറോസ് മൊമെൻറ്റ്. കൈറോസ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ ഒരു നിശ്ചിത സമയമാണ്, ഒരു സ്പെഷ്യൽ മൊമെൻ്റാണ്. ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആ സമയം, ദൈവത്തിൻ്റെ അത്ഭുതം ചെയ്യാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്ന ആ സമയം, അത് തെറ്റത്തില്ല. അതിൽ ആ കൈറോസ് മൊമെൻറ്റിൽ ആ സ്വർഗത്തിൻ്റെ കവാടം തുറക്കുന്ന സമയം നമ്മൾ അത് റിസീവ് ചെയ്യുവാണെങ്കിൽ അത് മുഴുവനും നമ്മൾക്ക് തന്നെയാണ്. ആർക്കും അതിനെതിരെ നിൽക്കാൻ പറ്റത്തില്ല. ഈ ദൈവത്തിൻ്റെ ഒരു താളത്തിൽ നമുക്ക് പോകാൻ, അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ, ദൈവം എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ, ഇതിന് വേണ്ടത് ഒരു നൃത്തം ചെയ്യുന്നവർ ആ പാട്ടിനെ ശ്രദ്ധിച്ച് കേട്ട് ചുവടുകൾ വയ്ക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തെ ശ്രദ്ധിച്ച് കേൾക്കാൻ നമ്മൾ പഠിക്കണം. ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു ലീഡിങ്, ദൈവം നമ്മളെ നയിക്കുന്നത് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവത്തിൻ്റെ താളത്തിൽ നമ്മൾ ആ താളം, ആ രാഗം കേട്ട്, പാട്ട് കേട്ട് നമ്മൾ താളമായി, റിഥമായിട്ട് ദൈവത്തിൻ്റെ കൂടെ പോകുന്നത്. യേശു പിതാവിൻ്റെ കൂടെ പോകുന്നതിനെക്കുറിച്ച് മത്തായിയിൽ പറഞ്ഞു, പിതാവ് ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ സ്വന്തമായി ഒന്നും ചെയ്യുന്നില്ല. ആ ദൈവം ചെയ്യുന്നത് നോക്കി പുത്രൻ ചെയ്യുന്നതാണ് ഒരുപോലെ കോർഡിനേഷൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ നമ്മളൊന്ന് ചെയ്യുന്നു, ദൈവം വേറൊന്ന് പറയുന്നു, നമ്മൾ വേറൊന്ന് ചെയ്യുന്നു. എല്ലാം താളം തെറ്റിക്കിടക്കുകയാണെന്ന് അറിയത്തില്ല. എന്നാൽ ഇന്ന് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ദൈവം ഓർമ്മിപ്പിച്ചത്. ഒരു പള്ളിയിൽ പോകുമ്പോൾ കൊയർ പാടുന്നത് കേട്ടിട്ടില്ലേ? ഹാർമണിയിൽ ഭംഗിയായി ഒരുമിച്ച് ചേർന്ന് ആ പാട്ട് പാടുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി. ഈ പാട്ടറിയാവുന്നവരുടെ മുന്നേ താളം തെറ്റി പാടുമ്പോൾ അവർക്ക് അത് സഹിക്കാൻ പറ്റാറില്ല. ദൈവത്തിൻ്റെ കൂടെ നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചവരാണ്. ദൈവത്തിൻ്റെ ആ ഋതത്തിൽ, ദൈവത്തിൻ്റെ താളത്തിൽ നമുക്കത് ജീവിക്കാൻ പഠിക്കണം. ഭംഗിയുള്ളതായിരിക്കും. ഒബീഡിയൻസ് ആണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. യേശു ഒബീഡിയൻസിൽ തന്നെ ഹംബിൾ ചെയ്തു എന്നാണ് ഫിലിപ്പിയറിൽ നമ്മൾ പഠിക്കുന്നത്. ദൈവപുത്രനായിട്ട് പോലും തന്നെ കുരിശിൽ ഹംബിൾ ചെയ്തു. ഹ്യൂമിലിറ്റി ദൈവത്തിൻ്റെ പാറ്റേൺ നമ്മൾ കാണുന്നു ബൈബിളിൽ. ഹംബിൾനെസ്, ദൈവം ഉയർത്തിയ എല്ലാവരും ഹംബിൾ ചെയ്തവരാണ്. മോസസ്, ഡേവിഡ്, ജോസഫ്, ആരുടെ ലൈഫ് നോക്കിയാലും അവിടെ ഹ്യൂമിലിറ്റി കീയാണ്. സക്സസ് ദൈവരാജ്യത്തിൽ ദൈവത്തിൻ്റെ രീതിയിൽ നമ്മൾ ജീവിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഒബീഡിയൻസ് കാരണം ഉണ്ടാകുന്ന ഹംബിൾനെസ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു തോട്ടാണ്. എനിക്കറിയാം, ഞാൻ 9 മിനിറ്റ് ആയി. ഈ ഒരു ചിന്തയെ ഞാൻ എക്സ്പാൻഡ് ചെയ്യുകയാണ്. എന്നാൽ ഇനി ബാക്കി നിങ്ങളുടെ കയ്യിൽ സമർപ്പിക്കുന്നത് നിങ്ങൾക്ക് തരികയാണ്. ഈ ഒരു കാര്യത്തെ തീർച്ചയായിട്ടും നിങ്ങളിന്ന് ആലോചിക്കണം. വചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ താളത്തെ മനസ്സിലാക്കിയെടുക്കുക. ദൈവം എന്താണ് എന്നെക്കൊണ്ട് ആഗ്രഹിക്കുന്നത്, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ, ആ മിസോറാമിൻ്റെ ഡാൻസ് തീർച്ചയായിട്ടും കാണുക. നിങ്ങൾ ഒത്തിരി ഇൻസ്പയർ ചെയ്യും. അവിടെ നടക്കുന്ന കോർഡിനേഷൻ്റെ പ്രിസിഷൻ ആൻഡ് കോർഡിനേഷൻ എന്തോരമാണെന്ന്. അപ്പോൾ എത്രയധികം നമ്മളുടെ ഈ ജീവിതത്തിൽ ദൈവമായിട്ട് കോർഡിനേറ്റ് ചെയ്യണം. ദൈവം പറയുന്ന സമയത്ത് പറയുന്നത് ചെയ്യുവാൻ, പറയുന്ന സമയത്ത് പറയുന്നിടത്ത് പറയുന്ന പ്രവൃത്തി ചെയ്യുവാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. പലപ്പോഴും നമ്മൾ തെറ്റിപ്പോകുന്നു. പലപ്പോഴും അതിൻ്റേതായ കോൺസിക്വൻസസ് നമ്മുടെ ജീവിതത്തിൽ കാണുന്നു.
എന്നാൽ ഇന്ന് ദൈവം നമ്മളെ ദൈവത്തിൻ്റെ ഒരു റിതമിലോട്ട് വിളിക്കുകയാണ്. പെർഫെക്റ്റ് അലൈൻമെൻറ്റ് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനപ്രകാരം കൃത്യമായി ദൈവത്തിൻ്റെ ഹിതത്തിൽ ജീവിക്കുവാൻ ആ ദൈവത്തിൻ്റെ ഒരു വിളി ഇന്ന് നമ്മൾ കേൾക്കുന്നു. ഇത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ വഴി നടത്തും. വില്ലിങ് ഹാർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വില്ലിങ് ഹാർട്ട് ഉണ്ടെങ്കിൽ, ഹൃദയത്തിൽ ഞാൻ തയ്യാറാണ് ദൈവമേ, എനിക്ക് ചേഞ്ച് ചെയ്യണം, എനിക്ക് നിൻ്റെ ഹിതപ്രകാരം ജീവിക്കണം എന്ന് ആഗ്രഹമുള്ളെങ്കിൽ ദൈവം ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം ചെറിയ ചെറിയ ഡയറക്ഷൻസ് ദൈവം തരുന്നത് നമ്മൾ കേട്ട് ദൈവത്തിൻ്റെ ആ വലിയ ഹൃദയത്തിലോട്ട് ചേരുവാൻ നമുക്ക് ശ്രമിക്കാം. വി ക്യാൻ ഡു എനിത്തിങ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുയേശുവിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വഴി നടത്തട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കുന്നു. പരസ്പരം അന്യോന്യം എല്ലാവരെയും ദൈവവചനത്തിൽ എക്സോൾട്ട് ചെയ്യുക, എൻകറേജ് ചെയ്യുക, എഡിഫൈ ചെയ്യുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ബി എ ബ്ലെസ്സിങ്, ബി ബ്ലെസ്ഡ് ആൻഡ് എ ബ്ലെസ്സിങ് ടു മില്യൺസ്. ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളിലുണ്ടാകട്ടെ. നിങ്ങൾ മുഖാന്തരം കോടാനുകോടി ജനം ബ്ലെസ്ഡ് ആകട്ടെ. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, കുറേ വിഷയങ്ങളുണ്ട്. കേരളത്തിൽ ഇന്ന് കാണുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, ഈ ലോകമെമ്പാടും കാണുന്ന ബുദ്ധിമുട്ടുകളും, ഇവിടുത്തെ മഴ, അത് കാരണമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, കഴിഞ്ഞ ദിവസത്തെ ആക്സിഡൻറ്റ്, എയർപ്ലെയിൻ ക്രാഷ്, കോവിഡ് പാൻഡമിക്, എല്ലാം നടക്കുന്ന എല്ലാ ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കണം. ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ ഈ ഒരു സമയവും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ വന്നിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പിതാവിൻ്റെ സന്നിധിയിൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നു. കർത്താവേ, ഈ ഒരു പകൽ ഞങ്ങൾക്ക് നിൻ്റെ സന്നിധിയിൽ വരുവാനും പ്രാർത്ഥിപ്പാനും നീ സമയം തന്നു. അതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് നീ ഞങ്ങളോട് പറഞ്ഞ ഡിവൈൻ റിതം ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ കർത്താവേ. ഞങ്ങളുടെ ജീവിതം നിൻ്റെ ഹാർട്ട് ബീറ്റിനൊത്ത് ഞങ്ങളുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ഹൃദയത്തുടിപ്പ് ഞങ്ങളുടെ ഹൃദയത്തുടിപ്പാകട്ടെ. നിൻ്റെ വചനത്തിൻ്റെ താളം മനസ്സിലാക്കി ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഈ ആത്മാവ് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ഞങ്ങളെ കാക്കണേ, വഴി നടത്തണേ. പ്രത്യേകമായിട്ട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലും ഇരിക്കുന്ന ദൈവമേ, മക്കളെ നിൻ്റെ സരക്കരങ്ങളോട് സമർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആപത്തനർത്ഥങ്ങളെല്ലാം ഈ കേരളത്തിലും പല നാടുകളിലും ഉണ്ടായി. അതിൽ നഷ്ടമായതും നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദുഃഖത്തിലും ഭാരത്തിലുമായിരിക്കുന്ന ഓരോ വ്യക്തിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപയിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, വെള്ളപ്പൊക്കം വരുമോ എന്ന ഭയത്തിൽ ജീവിക്കുന്ന നിൻ്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഈ വർഷം അങ്ങനെ നടക്കാതിരിക്കട്ടെ. ദൈവമേ, എല്ലാവരെയും നീ പ്രൊട്ടക്റ്റ് ചെയ്യണം. യേശുവേ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങളെല്ലാം ഞങ്ങൾ ഹംബിൾ ചെയ്യുന്നു. യേശുവേ, ഞങ്ങളോട് ക്ഷമിക്കണം കർത്താവേ. ഈ ഭൂമിയിൽ നടക്കുന്ന, ഈ നാട്ടിൽ നടക്കുന്ന തെറ്റുകളും പാപങ്ങളും യേശുവേ കാരണം ഭൂമി കഷ്ടപ്പെടുന്നു എന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഞങ്ങൾ ഫൊർഗീവ്നെസ് ചോദിക്കുന്ന കർത്താവേ. ദൈവമേ, നീ ഞങ്ങൾക്ക് ക്ഷമ നൽകണം കർത്താവേ. യേശുവേ, സഹായിക്കണേ. ഈ ലാൻഡിൽ ഒരു ഹീലിംഗ് കൊണ്ടുവരണേ യേശുവേ. ദൈവമേ, ഇന്ന് COVID-19 ബാധിച്ച് പ്രയാസപ്പെടുന്ന ഓരോ വ്യക്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എളുപ്പം ഹീലിംഗ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. ദൈവമേ, യേശുവേ, ദൈവമേ, ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എസ്പെഷ്യലി COVID-19 മധ്യേ കർത്താവേ, ഡെയിലി ഹോസ്പിറ്റലിൽ പോവുകയും ശുശ്രൂഷിക്കുവാനായിട്ട് ജോലിക്ക് കയറുന്ന നഴ്സസും ഡോക്ടേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റ് സ്റ്റാഫിനെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. OP തൊട്ട് കർത്താവേ യേശുവേ, സെക്യൂരിറ്റി ഗാർഡ്, ഫസ്റ്റ് എൻട്രിയിൽ കാണുന്ന നിൻ്റെ മകനെ ഓർത്ത് തുടങ്ങി
ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫും നിൻ്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു. എല്ലാവർക്കും നിൻ്റെ കൃപ, നിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം. ഞങ്ങളെയും നിൻ്റെ കരങ്ങളോട് സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ വീട്ടിലുള്ളവർ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ നിൻ്റെ കരങ്ങളോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവേ. ഞങ്ങളെ വെറുക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു യേശുവേ. അനുഗ്രഹിക്കണം ദൈവമേ യേശുവേ. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടും നീ അറിയുന്നല്ലോ യേശുവേ. അതിലെല്ലാം നിന്നെ നോക്കി നിൽക്കുവാൻ, കഴിഞ്ഞ ദിവസത്തിൻ്റെ ഭാരങ്ങളെ ഇറക്കി വെച്ച് മുന്നോട്ട് ഓടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കാലുകളെ ബലപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണം, ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു, സമർപ്പിക്കുന്നു യേശുവേ. ഇന്നത്തെ ദിവസം മുഴുവനും നിൻ്റെ കൂടെ ഇരിക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയുടെ കർത്താവേ. ആമേൻ.